എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ ഒരു ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും വരുത്തി വച്ച പലതിൻ്റെയും അനന്തരഫലങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ച ഈ കൂറ പാർട്ടിയുമോ CJP പാർട്ടി എന്നുള്ള ഈ സംഘടന. ഇത് എങ്ങനെ ഇതിന് തുടക്കം കുറിക്കാനുള്ള സാഹചര്യം ഉണ്ടായി? വളരെ ലളിതമായി പറയാം. ഇവർ ചിന്തിക്കുക, ഇവർ രണ്ടുപേരും, മോദിജിയും അമിത്ഷാജിയും വന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൻ്റെ സംസ്കാരവും ഗുജറാത്തിൻ്റെ ഭരണരീതിയും ഗുജറാത്തിൻ്റെ ജീവിതശൈലിയുമല്ല മൊത്തം ഇന്ത്യയിലുള്ളത്. ഇവർ അതുപോലെ ഇന്ത്യയെ കാണാൻ ശ്രമിച്ചു. അതാണ് ഇവരുടെ 12 വർഷത്തെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. നമുക്കറിയാം, ഒരു അഭിജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ദളിത് കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അമ്മ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഇപ്പോൾ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുന്നു. അത് ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരു ആശയം മാത്രമല്ല. ഇതുദിച്ചു വന്നത് ഇന്ന് ഗുജറാത്തിൽ കൈവണ്ടിയും വലിച്ച് പാരമണ്യം വലിച്ച് കഷ്ടപ്പെട്ട് 70 75 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തി വലുതാക്കിയ പിള്ളേരുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ആശയമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. നമ്മൾ പലരും കൂറ പാർട്ടി എന്ന് പറയും, കൂറ എന്ന് പറയും, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇത് മോദിജിയുടെയും നമ്മുടെ അമിത്ഷായുടെയും ഒരു വലിയൊരു സമ്മാനമാണ് ചെറുപ്പക്കാർക്ക് കൊടുത്തത്. എങ്ങനെ ഇതുണ്ടായി? ഇതിൻ്റെ സാഹചര്യം എന്തുണ്ടായി? അവർക്ക് മനസ്സിലായി, ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നവർ വെറും ചാണകത്തിൻ്റെയും പശുവിൻ്റെയും ജയ് ശ്രീറാമിൻ്റെയും പേരും പറഞ്ഞ് വിദ്യാഭ്യാസവും നിർധനരും ഇല്ലാത്തവരെ അവരുടെ വോട്ടുകൾ തേടിയെടുക്കാൻ ഉള്ള ഗിമിക്സും, അതും രാമൻ്റെയും ശ്രീരാമൻ്റെയും പശുവും അമ്മയെന്നും ഒക്കെ പറഞ്ഞ് ഒരുമാതിരി ഒരു മൂടുപടം സൃഷ്ടിച്ച് അധികാരത്തിൽ കയറിപ്പറ്റി ഇവർ എല്ലാ കാലവും അങ്ങനെ ഇരിക്കാമെന്ന് കരുതിയെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇതിൻ്റെ പിന്നിൽ കൂടുതലും പ്രവർത്തിക്കുന്ന ഇന്നത്തെ ജൻസിയാണ്, ചെറുപ്പക്കാരാണ്, ഇന്ത്യയിലെ ചെറുപ്പക്കാരാണ്. അവർക്ക് ജോലിയില്ല, വിദ്യാഭ്യാസമുണ്ടെങ്കിലും അതിൻ്റെ ഫലമില്ലാത്ത അവസ്ഥ. യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനം ഇപ്പോൾ ഹ്യൂസ്റ്റണിലും അവിടെയും വലിയ ലോണൊക്കെ എടുത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം എല്ലാ നിർധനരായ ആൾക്കാർക്കും ഇല്ല. പക്ഷേ അവരെല്ലാം വിങ്ങിപ്പൊട്ടി നാളത്തെ ഇന്ത്യയെക്കുറിച്ച് അവർ ഓർത്തപ്പോൾ അവർക്ക് ഒരു ഭയാനകമായ ഒരു ഫ്രെയിമാണ് അവരുടെ മനസ്സുകളുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിനൊരു അവസാനം കണ്ടെടുത്തില്ലെങ്കിൽ നാളെ ഈ ഇന്ത്യ മഹാരാജ്യം ടോട്ടൽ തകർന്ന് തരിപ്പണമായിപ്പോവും. നാം ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേക്കാളും പിന്നിൽ നമ്മളായിപ്പോവും. ഇപ്പോൾ ഏതാണ്ട് അത് തന്നെയാണ്. അല്ലാതെ ഇത് എല്ലാ കാലവും നമ്മൾ ഈ ഗോമൂത്രവും ചാണകവും പശുവിൻ്റെയും പേരും പറഞ്ഞ് രാജ്യം ഭരിക്കാൻ പറ്റില്ല. അതവർക്ക് തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് 2 ഭായിമാരും കഴിവതും എത്രയും വേഗം നിങ്ങളുടെ പോളിസികൾ മാറ്റുക, ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചെറുപ്പക്കാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവരാണ് നാളത്തെ ജനത. ഞാനടക്കമുള്ള നമ്മളുടെ ആ കാലഘട്ടം ഏതാണ്ട് തീരാറായി. നാം ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ പോകേണ്ടപ്പോഴാണ്. ഇവിടെയും നമ്മൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നാം കാണുന്നതിനെല്ലാം ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഒന്ന് നോക്കുക, വളരെ ആപൽക്കരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരാൽ എങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു പാർട്ടി ഉണ്ടാക്കാനും എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ആശയങ്ങൾ മുതലെടുക്കാനും കാരണമായി നിങ്ങൾ തന്നെയാണ്. അമിത്ഷായുടെയും മോദിയുടെയും ഈ പോളിസികൾ, നിങ്ങളുടെ ഒരു ദീർഘവീക്ഷണമില്ലാതെ നിങ്ങൾ ആസൂത്രണം ചെയ്ത പലതും
നിങ്ങൾ കൊണ്ട് നോട്ട് നിരോധനം വച്ചു. ഇനി എവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഹോബി എന്തെങ്കിലും സ്ഥലങ്ങളുടെ പേര് മാറ്റുക, കുറേ പൂജ നടത്തുക, കുറേ അമ്പലം കെട്ടുക, പിന്നെ ആൾക്കാരെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുക, ജാതിയുടെ പേരിൽ വന്ന് ഭിന്നിപ്പിക്കുക. ഇതൊക്കെയാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ. ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ഈ തുടങ്ങി വച്ച ഈ ആവേശം, ഈ ഒരു എത്രയോ മില്യൺസ് ആൾക്കാരാണ് അതിൽ ഓരോ ദിവസം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതിനൊരു അവസാനം വേണമെങ്കിൽ ഇനി മനുഷ്യനെ പറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ സ്വയം തിരുത്തുക. ജനങ്ങളെ എല്ലാവരെയും ഒന്നായി ശ്രദ്ധിക്കപ്പെടുക. നിങ്ങളുടെ പാർട്ടി മാത്രം വളർത്തിയതുകൊണ്ട് കാര്യമില്ല. പോയി അദാനിയും നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം അടൽ ഭായ്, അവരൊക്കെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചു. അവരിൽ മനസ്സിൽ ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾ നേരെ അവരുടെ പോളിസിയും അവരുടെ വീക്ഷണങ്ങൾക്കും എതിരായ രീതിയിലാണ് ഗുജറാത്തിൽ വന്ന ഈ 2 ഭായിമാർ ഇന്ന് ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി എന്തോ വലിയ മനുഷ്യനുള്ള പേരെടുത്ത്, ബട്ട് പ്രാക്ടിക്കലായി നോക്കുമ്പോൾ ഇന്ന് എന്ത് പറ്റി? ഒന്നുമില്ല. ഇപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് തന്നെ ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ മുൻപേ അറിയണമായിരുന്നു. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? അത് ആരുടെ തെറ്റാണ്? പാവം പിടിച്ച ചെറുപ്പക്കാരുടെ തെറ്റാണോ? ഇന്ത്യൻ ജനതയുടെ തെറ്റാണോ? ഇന്ത്യയുടെ മറ്റുള്ളവരുടെ തെറ്റാണോ? ഇത് ഒരിക്കലും ഇത് ചിന്തിക്കാത്ത കാരണം കൊണ്ട് മാത്രമാണ് ഇന്നുള്ള ഈ കോക്രോച്ച് പാർട്ടിയെല്ലാം ഇവിടെ രൂപപ്പെട്ടത്. നന്നായി. ഇനിയെങ്കിലും പ്രധാനമന്ത്രിയുടെയും ഈ ആഭ്യന്തരമന്ത്രിയുടെ കണ്ണ് തുറക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാലവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ കൊണ്ട് കുറച്ചൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇടുന്ന അവരുടെ വിമാനത്താവളം തകർത്തത് കൊണ്ടോ ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വേണ്ടത് പാവപ്പെട്ടവർക്ക്, പഠിച്ചവർക്ക്, വിദ്യാസമ്പന്നർക്ക് അവർക്കുള്ള തൊഴിൽ കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അല്ലാതെ സർജിക്കൽ സ്ട്രൈക്കിനല്ല കൂടുതൽ അവസരം കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടത്തുക. ഇവിടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്, ഗോമൂത്രവും ചാണകവും പശുവിനെയും കൊണ്ട് ഇവിടുത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് തകർത്ത് തരിപ്പണമായി ഓരോ നിമിഷം അവർ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വസ്തുത ഇനിയെങ്കിലും മോദിജിയും അമിത്ഷായും മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ BJP എവിടെയാണെന്ന് എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. നിങ്ങൾ പല ഉടായിപ്പും കാണിച്ച് പല പാർട്ടിയിലുള്ള പ്രഗത്ഭരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ പാർട്ടിയിൽ ചേർത്ത് ഈ പാർട്ടി നശിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈ BJPയുടെ ഈ തുടക്കം തന്നെ നല്ലൊരു തുടക്കമായിരുന്നില്ല. എപ്പോഴും അവിടെ ഇവിടെ വെട്ടിപ്പിടിച്ച് കുതുകാലി കെട്ടി ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ച് നിങ്ങളിലേക്ക് ആൾക്കാരെ ആകർഷിച്ച് ഈ ഭരണം ഉടായിപ്പും ഇതെന്നും പറഞ്ഞ് അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും പശുവിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് അതിനെല്ലാം ഉപരി മുകളിൽ ശ്രീരാമൻ്റെ പേരും ആ ദൈവത്തിൻ്റെ ആ ദൈവികമായി ആചരിക്കുന്നവരെ പോലും അവരുടെ പേരിന് കളങ്കം വരുന്ന രീതിയിൽ നിങ്ങളുടെ ഭരണം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. സോ ദയവ് ചെയ്ത് ഗുജറാത്തിൽ ഇന്നും 75 വയസ്സായി കൈവണ്ടിയും വലിച്ചു നടക്കുന്ന അങ്ങനെയുള്ള പാവം പിടിച്ചവരെ പോലുള്ള അങ്ങനെയുള്ളൊരു ജനതയെ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല, ആൾക്കാർ നിർധനരായിരിക്കും, അവർക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ അവരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇലക്ഷൻ വരുന്നവർ അനങ്ങാതിരുന്ന് കണ്ണുമുടച്ച് ഇപ്പോൾ ഇലക്ഷൻ തീർന്നു, പല 2-3 സ്റ്റേറ്റിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെട്രോൾ വിലയല്ല എന്തുകൊണ്ട് ഇത് മുമ്പേ കൂട്ടിയിരുന്നത് നിങ്ങൾക്ക് വോട്ട് കിട്ടത്തില്ല, നിങ്ങൾക്ക് ഭരണം കിട്ടില്ല. അതുകൊണ്ട് മോദിജി प्लीज़ टेक केयर, थोड़ा देखो ये इंडिया का हालत कैसा है, बहुत बुरी हालत है. वो लोगों को काम दे दो, उसको होशियारी से उसको देखभाल करो, हिफाजत करना. ये मोदी जी आपका रिस्पॉन्सिबिलिटी है, तो थोड़ा देख लीजिए. सो वो अमित शाह जी से भी बताता हूँ, आदमी लोगों को सीधा आंख से देखो, नज़र सीधा होना चाहिए, टेढ़ा मोड़ा नज़र मत लगाना लोगों के पास. BJP ആയിരുന്നാലും ഏത് പാർട്ടി ആയിരുന്നാലും അവരെ ഒരു കണ്ണുകൊണ്ട് കാണാനാണ് ഭരണകൂടം ശ്രമിക്കേണ്ടത്.
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ ഇത്രയും വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചത് കോൺഗ്രസ് മാത്രമല്ല, അതിൽ ഭരണകക്ഷിയുടെ അന്നത്തെ CPM ഭരണകക്ഷി അവരുടെ വോട്ടും കോൺഗ്രസ്സിന് കിട്ടി. എന്തുകൊണ്ട്? ജനം മടുത്തുപോയി. ഇനി ആരെയും നമുക്ക് ഫൂൾ ചെയ്യാൻ പറ്റത്തില്ല. യങ് ജനറേഷന് ഫൂൾ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് എന്ത് നടക്കുന്നു എല്ലാവർക്കും അറിയാനും പറ്റും. സോ അതുകൊണ്ട് again and again I am requesting the മോദിജി ആൻഡ് അമിത്ഷാജി, ഇന്ത്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക, നാളത്തെ നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി. നിങ്ങൾ റിട്ടയർമെൻ്റായ സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ അവസാനം നിങ്ങൾക്ക് വരുന്നത് പിണറായിയുടെ ഗതികേടായിരിക്കും. അത് വരാതിരിക്കട്ടെ. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്, ആ നല്ല കാര്യങ്ങൾ മോശ കാര്യങ്ങൾ കൊണ്ട് നല്ല കാര്യങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ജയ് ഹിന്ദ്.